friends, welcome to the channel Tales of Two States. നമുക്കിന്ന് തെലങ്കാന സ്പെഷ്യൽ പച്ചപ്പുൽസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ രസം പോലത്തെ കറിയാണിത്. ഒരു തവണ ഇത് കഴിച്ചാൽ പിന്നെയും ഇതുണ്ടാക്കുന്നതിൽ സംശയമൊന്നും വേണ്ട. ആദ്യം നമുക്ക് 2 എരിവുള്ള പച്ചമുളക് ഒന്ന് ചുട്ടെടുക്കാം. ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതേ വിധം ഞാൻ 2-3 വെളുത്തുള്ളിയും ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിൽ ഈ ചുട്ടെടുത്ത മുളകും വെളുത്തുള്ളിയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് മല്ലിയില, ഒരു തണ്ടോളം വരുന്ന വേപ്പില, ഇതോടൊപ്പം തന്നെ നമ്മുടെ രുചിക്കനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇത് നല്ലവണ്ണം എല്ലാം കൂടി കൈകൊണ്ട് തന്നെ ഒന്ന് യോജിപ്പിക്കാം. ഇതോടൊപ്പം തന്നെ 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് നല്ലോണം കൈകൊണ്ടൊന്ന് യോജിപ്പിക്കാം. ഞാൻ നേരത്തെ 2 കപ്പോളം വരുന്ന വെള്ളത്തിൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള കുറച്ച് വാളൻപുള്ളി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഈ മിക്സിങ്ങിലേക്ക് ഒന്ന് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യണം. എല്ലാം കൂടി ഒന്നുകൂടി കൈകൊണ്ട് യോജിപ്പിക്കുക. ഇനി നമുക്ക് താളിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 1/4 ടീസ്പൂൺ കടുക്, അത് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് 1/4 ടീസ്പൂൺ ചെറുജീരകം, 2 ഉണക്കമുളകും കൂടി ആഡ് ചെയ്യാം. അതിലുള്ള വിത്ത് ഞാൻ വേറെ ആയിട്ടാണ് ഇടുന്നത്. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ തരും. താളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച പച്ചപ്പുൽസ് രസത്തിലേക്ക് ഇത് ആഡ് ചെയ്ത് ഒരു പാത്രം കൊണ്ട് അത് പെട്ടെന്ന് തന്നെ കൂട്ടാം. ഇത്രയേ ഉള്ളൂ, യമ്മി പച്ചപ്പുൽസ് റെഡി. സെർവ് ചെയ്യണം മുമ്പ് ആ പുളിയും ഉപ്പും ഒക്കെ കറക്റ്റാണോ എന്ന് ഒന്നുകൂടി നോക്കുക. ആ ഒരു ബാലൻസിങ്ങിലാണ് രസത്തിൻ്റെ ടേസ്റ്റ് കൂടുതലിരിക്കുന്നത് കേട്ടോ. ഈ ഹൈദരാബാദ് പച്ചപ്പുൽസ് ഒരു തവണയെങ്കിലും നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ആൻഡ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.